കേരളത്തിൽ സ്വർണ്ണവില വൻതോതിൽ കുറഞ്ഞു. ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ദിനമാണ്. ആഗോള വിപണിയിലും സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഡോളർ കരുത്തു കുറയ്ക്കുന്നതും ഇന്ത്യൻ രൂപയ്ക്ക് കരുത്തു കൂട്ടാൻ സാധിക്കാത്തതും തിരിച്ചടിക്ക് സാധ്യത നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില എന്താകുമെന്ന് പ്രവചനാതീതമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്വർണ്ണവില കൂടുന്നതായിരുന്നു ട്രെൻഡ്. അമേരിക്കയുടെ പുതിയ വ്യാപാര നയങ്ങൾ വിപണിയെ ആശങ്കയിലാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് സ്വർണം വൻതോതിൽ വില കൂടാനുള്ള സാധ്യത കണ്ടത്. എന്നാൽ ഇന്ന് വില കുറയുകയാണ് ചെയ്തത്. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വ്യാപാരികൾ രണ്ട് തരം വിലയാണ് ഈടാക്കുന്നത്. വ്യാപാരികൾക്കിടയിലെ ഭിന്നതയാണ് ഇതിന് കാരണം. കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം വില കൂട്ടിയപ്പോൾ മറുവിഭാഗം വില കുറയ്ക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് രണ്ട് വിഭാഗം ജ്വല്ലറി വ്യാപാരികളും വില കുറച്ചു. എങ്കിലും രണ്ട് വിലയാണ് ഇന്നും ഈടാക്കുന്നത്. ഒരു വിഭാഗം വ്യാപാരികൾ 240 രൂപ കുറച്ച് 63,920 രൂപയാക്കിയിട്ടുണ്ട്. മറ്റൊരു വിഭാഗം വ്യാപാരികൾ 64,000 രൂപയാണ് പവന് ഈടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ 64,480 രൂപയായിരുന്നു ഈടാക്കിയത്. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 50 രൂപ കുറച്ച് 6,585 രൂപയാക്കിയിട്ടുണ്ട്. 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില വൻതോതിൽ കൂടിയ സാഹചര്യത്തിൽ 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് ചിലവേറിയിട്ടുണ്ട്. ഈ രണ്ട് സ്വർണവും തമ്മിൽ ഒരു പവന് 10,000 രൂപയുടെ മാറ്റമുണ്ട്. ആഭരണം മാത്രമായി സ്വർണം വാങ്ങുന്നവർക്ക് 18 ക്യാരറ്റ് മതിയാകും. 18 ക്യാരറ്റ് ആഭരണത്തിൽ ചെമ്പിന്റെ അംശം കൂടുതലായിരിക്കും. 75% സ്വർണവും 25% ചെമ്പും ഉൾപ്പെടുത്തിയാണ് ഈ ആഭരണങ്ങൾ വിൽക്കുക. സ്വർണ്ണ പണയത്തിന് ഈ ആഭരണം ഉപയോഗിക്കില്ല. പണിക്കൂലി അല്പം കൂടുതലായിരിക്കും. കാരണം മിക്ക ജ്വല്ലറികളിലും ഈ ആഭരണങ്ങൾ തയ്യാറാക്കുന്നത് മെഷീൻ ഉപയോഗിച്ചല്ല. വില കുറയുന്ന വേളയിൽ തന്നെ സ്വർണം വാങ്ങുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാം. ആഭരണം മാത്രമായി ഉപയോഗിക്കാനാണെങ്കിൽ 18 ക്യാരറ്റ് വാങ്ങാം. ആഭരണമായും ആവശ്യം വരുമ്പോൾ പണയം വയ്ക്കാനുമാണ് ആലോചിക്കുന്നതെങ്കിൽ 22 ക്യാരറ്റ് ആഭരണങ്ങളാണ് നല്ലത്. നിക്ഷേപം മാത്രമാണ് ഉദ്ദേശമെങ്കിൽ 24 ക്യാരറ്റ് സ്വർണം വാങ്ങാം. ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് $2,904 വില കുറഞ്ഞിട്ടുണ്ട്. ഡോളർ സൂചിക 104 ഇടിയുകയും ചെയ്തു. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യം 87.17 താഴ്ന്നു. ക്രൂഡ് ഓയിൽ വില ബ്രെറ്റ് ക്രൂഡ് ബാരലിന് $69 ഇടിഞ്ഞു. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ്റെ വില $87,000 താഴ്ന്നിട്ടുമുണ്ട്.